മെർലിനെ ഇതാണ് സിദ്ധു, എന്റെ അക്കരയിലെ മാരൻ. അക്കരയിലായിരുന്നു, ഇപ്പൊ ഇക്കര എത്തി. സിദ്ധുവിന്റെ ആളെ മനസ്സിലായോ? ഇത് മെർലിൻ. മെർലിനെ പിന്നെ എനിക്ക് അറിയത്തില്ലേ, ഒരുപാട് തവണ കേശുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാ കാണുന്നേ. അതെ. ഹായ് അളിയ. സോറി ചേട്ടാ. ഒരു കുഴപ്പമില്ല, അളിയെന്ന് വിളിച്ചു. മെർലിന്റെ വീട് ഇവിടെ അടുത്ത് എവിടെയല്ലേ? അവിടെ അടുത്ത് തന്നെ, പക്ഷെ കുറച്ച് ഇവിടുന്ന് പോണം. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്നാലും മെർലിൻ കൊള്ളാൻ കേട്ടാ. സിദ്ധു വന്നിട്ട് 2 ആഴ്ചയായി, ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? വരാൻ പറ്റിയ സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു ചേച്ചി, അതാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് മോൾ ഇങ്ങോട്ടുണ്ട്. എങ്ങോട്ട് ഇറങ്ങിയതാ? ഞാൻ കടവരെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് മക്കളെ. മോളെ ഷെർലിനെ ഷെർലിൻ അല്ല അപ്പൂപ്പ, മെർലിൻ. എന്തൊരു ഇളവാവട്ടെ മോളെ. മോള് കേശുവിനല്ല കല്യാണം കഴിക്കാൻ പോകണമെന്നൊരു വകുപ്പ് എനിക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴത്തെ വകുപ്പൊക്കെ അങ്ങനെയാണ് എന്റെ അപ്പൂപ്പ. എന്തായാലും മെർലിൻ വാ, കേശവത്തുണ്ടാവും. വായിച്ചി ചേച്ചി, അപ്പൂപ്പനാണെങ്കിൽ മുങ്ങാൻ നിന്നയാ, ഞാൻ കൈയോടെ മുക്കി. മുങ്ങാൻ നിന്നതാ? എങ്ങോട്ട്? ജംഗ്ഷനിലോട്ടാ? ഞാൻ കടവരെ പോകാൻ വേണ്ടി ഇരുന്നത്. തൽക്കാലം നമുക്ക് അകത്തേക്ക് പോവാ. അപ്പൂപ്പോ എങ്ങോട്ടും പോകുന്നില്ല. അപ്പൂപ്പന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? അത് ഞാനും അപ്പൂപ്പനും തമ്മിലുള്ള ഡീലാണ്. ബാ 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 ബാ. നടക്ക്. ബാ. കരയല്ലേ മോളെ, കരയണ്ട. ദൈവം വിധിച്ചതല്ലേ നടക്കത്തുള്ളൂ. 2 വീട്ടുകാർ തമ്മിൽ സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്ത് നോക്കാനാ അമ്മൂമ്മ? മിക്കവാറും അടുത്ത വർഷം തന്നെ എന്റെ കല്യാണം ഉണ്ടാവും. ചേച്ചിയുടെ വീട്ടിലെ കല്യാണത്തിനൊക്കെ ചിക്കനും മട്ടനും പിന്നെ ഐസ്ക്രീമും ഒക്കെ കാണും. ചേച്ചി ഞങ്ങളെ വിളിക്കാവോ? ഒന്നും മിണ്ടാതിരി പറു, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ. അടുത്ത വർഷമല്ലേ ഉള്ളൂ, ഇനി സമയമുണ്ടല്ലോ. அம்மா சமையெல்லாம் இல்லம்மா, இப்ப வந்து நவம்பர் ஆச்சு, டிசம்பர் ஜான்வரி, அதுக்குள்ள அடுத்த வருஷம் ஆச்சுல. പറഞ്ഞ പോലെ ശരിയാന്നല്ലോ, അത് ഞാൻ ഓർത്തില്ലെന്നേ. ചേച്ചി, ചേച്ചിയുടെ അമ്മ എന്താ പറഞ്ഞു? അമ്മ എന്തു പറയാനാ? നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാന്? ഇത്രയും കാലം ഞാൻ എന്തിനു ചെയ്തോണ്ടിരുന്നു? വടിവലി നിൽക്കുക, അത് തന്നെയല്ലേ ഇപ്പോഴും അത് തന്നെ ചെയ്യണം. മോനെ, നീ സിദ്ധുവിനോട് സംസാരിച്ചായിരുന്നോ? ഓ അമ്മമ്മ സംസാരിച്ച്. അളിയനെ മിക്കവാറുള്ള കാര്യമൊക്കെ അറിയാം. அப்ப சித்து என்ன சொன்னா? അളിയ എന്തിനാ സൊല്ലായി? അപ്പൊ അളിയനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അളിയ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു. മോള് സിദ്ധുവിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു അമ്മൂമ്മ, ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. സിദ്ധു നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയ ആളാന്ന് വിചാരിക്കണ്ട. നമ്മുടെ കുടുംബത്തിലുള്ള ആള് തന്നെയാ. മക്കൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സിദ്ധുവിനോട് സംസാരിക്കാം. എനിക്ക് വീട്ടിൽ വന്നു കയറാനുള്ള ഭാഗ്യമുള്ള നേരത്തെ സമാധാനിക്കാം അല്ലേ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, അങ്ങനൊന്നും പറയല്ലേ, നമുക്ക് സങ്കടമാകത്തില്ലേ? ഞാൻ ഇത് എന്തൊരു ചെയ്യാനെന്നാണ് എനിക്കറിയാത്തത്. കേശു, നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ചെന്നൊന്ന് സംസാരിക്കും നിങ്ങൾ. അപ്പം നിങ്ങളുടെ മനസ്സിന്റെ വിഷമം ഒക്കെ മാറും. ചെല്ല് കേശു, ചെല്ലടാ. போய் பேசு.